ബർത്ത് ടു 5 years വരെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സർവീസസ് കിട്ടുന്നതാണ് ഈ ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവീസസ് ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസസ് ആയിരിക്കാം. സ്പീച്ച് തെറപ്പി ആയിരിക്കാം, ഓക്യുപ്പേഷൻ തെറപ്പി ആയിരിക്കാം, ബിഹേവിയർ തെറപ്പി ആയിരിക്കാം, ഈവൻ ഫിസിയോതെറപ്പി ആയിരിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സർവീസസ് അവരുടെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൽ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഈ ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, നമുക്ക് ഒരുപാട് സെൻറ്റേഴ്സ് ത്രൂ ഔട്ട് ഇന്ത്യ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ വേൾഡ് ഉണ്ട്. സോ ഈ സെൻറ്റേഴ്സൊക്കെ ഫോക്കസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സോ ഓരോ സെൻറ്റേഴ്സിന് അവരുടേതായ പ്രോട്ടോക്കോൾ ഉണ്ട്. ശ്രവണയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ഏർലി ഐഡൻറ്റിഫിക്കേഷനാണ്. സോ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മിക്കവാറും സ്പീച്ച് ആയിരിക്കും മോസ്റ്റ്ലി ഒരു കൺസേൺ പേരൻസിൻ്റെ. സോ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ക്വാളിഫൈഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ രീതിയിൽ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ആക്ച്വൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കും. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് സർവീസസ് തെറപ്പീസ് ഞങ്ങൾ കൊടുക്കുന്നതാണ്. സോ സ്പീച്ച് തെറപ്പിസ്റ്റ് മാത്രമല്ല കേട്ടോ, ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഐ സെഡ് ബിഹേവിയർ തെറപ്പിസ്റ്റ്, ഇതുപോലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇവാലുവേഷൻസ് ചെയ്യുന്നു. ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് അവരുടെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നു. ആൻഡ് ദ ഫിസിയോതെറപ്പിസ്റ്റ് അവരുടെ ടെസ്റ്റും അതുപോലെ തന്നെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്നു. ഈ ഏർലി ഇൻ്റർവെൻഷൻ പീരീഡിൽ പേരൻറ്റ് ഒരു എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ പേരൻ്റാണ് കുഞ്ഞിൻ്റെ പ്രൈമറി റോൾ മോഡൽ. കുഞ്ഞുങ്ങൾ അവരുടെ സ്കിൽസ് എടുക്കുന്നത് പേരൻറ്റിനെ നോക്കിയിട്ടാണ്. സോ വെരി മെനി ടൈംസ് ശ്രവണയിൽ വരുന്ന പേരൻസ് പറയുന്ന ഒരു മേജർ കൺസേൺ, ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞിൻ്റെ കൂടെ. ഇറ്റ് മേ ബി ബിക്കോസ് അവർക്ക് കരിയർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും, സ്വന്തമായിട്ടുള്ള കരിയർ ഡെവലപ്മെൻറ്റ്സ്, ഓർ ഇറ്റ് കെൻ ബി അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. സോ ഞാൻ ഓൾസോ കുറേ പേരൻസിനെ കണ്ടിട്ടുള്ളത്, പേരൻസ് ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് അവരുടെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കായിട്ട് പ്രോബബ്ലി കൊച്ചിൻ്റെ ആ ഒരു ഏർലി ഇൻ്റർവെൻഷൻ ടൈമിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യുന്നു. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ആ ഏർലി ഇൻ്റർവെൻഷൻ പീരീഡിൽ കുഞ്ഞുങ്ങൾ പേരൻസിനെ കണ്ട് പഠിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ റോൾ മോഡൽ അവിടെ മിസ് ഔട്ടായി പോവുക. അറ്റ് ദ സെയിം ടൈം ഗ്രാൻഡ് പേരൻസ് ഫിസിക്കൽ റീസ്ട്രെയിൻസ് കൺസ്ട്രെയിൻസ് ഉള്ള കാരണം കൊണ്ട് പ്രോബബ്ലി ഗ്രാൻഡ് പേരൻസ് അവർക്ക് അത്രയും ആക്റ്റീവായിട്ട് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ഓർ കെയർ ഗിവേഴ്സ് അവരുടെ പ്രോബബ്ലി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കുഞ്ഞ് സേഫായിട്ട് ഇരിക്കണം, പക്ഷേ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കെയർ ഗിവറിൻ്റെ ഒരു പ്രയോറിറ്റി അല്ലായിരിക്കാം. സോ ബിക്കോസ് ഓഫ് ദാറ്റ് കെയർ ഗിവർ ചിലപ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് കൊച്ചിന് കൊടുക്കുന്നില്ലായിരിക്കാം. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അവിടെ എപ്പോഴും ടാമ്പർ ആവുകയാണ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ആവുന്ന രീതിയിലാണ് കണ്ടുവരുന്നൊരു ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു കാലത്ത്. സോ ഇതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഡിലേ വളരെയധികം കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ട്രേറ്റ്സ് അവർ എക്സിബിറ്റ് ചെയ്യുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രോബ്ലംസ് വളരെയധികം റെലവൻ്റ് ആണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ. ആഫ്റ്റർ 5 years പേരൻസ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് തപ്പിപ്പോകുന്നത് ആക്ച്വലി അത് കാണുമ്പോൾ വളരെ ഒരു സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ക്രിട്ടിക്കൽ ഏജ് കഴിഞ്ഞിട്ട് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. ബിക്കോസ് ഇപ്പോഴും പഠനങ്ങൾ തെളിയിക്കുന്നത് ഈവൻ ആഫ്റ്റർ 5 or after 7 years ലാംഗ്വേജ് ഡെവലപ്പ് ആവും. പക്ഷെ നമ്മുടെ ബ്രെയിൻ ആ ലാംഗ്വേജ് പിക്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. ആ ഒരു സ്പീഡ് കൺസിസ്റ്റൻ്റ്ലി നല്ല സ്പീഡ് ഓഫ് ഓർ ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ഏർലി ഇൻ്റർവെൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് പേരൻസ് ആർ റിയലി കൺസേൺഡ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ്, ഓവറോൾ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഡു നോട്ട് ലീവ് യുവർ ചിൽഡ്രൻ വിത്ത് എനിബഡി എൽസ്. ബിക്കോസ് നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. Nobody can take your place. Grandparents-ന് നിങ്ങളുടെ പ്ലേസ് എടുക്കാനായിട്ട് പറ്റില്ല. Of course they can love your children, they can do anything for your children, but അവർക്ക് പേരൻസ് ആവാൻ പറ്റില്ല. കെയർ ഗിവേഴ്സിന് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ പ്രയോറിറ്റി അവരുടെ പ്രയോറിറ്റി അല്ല. So they do not have to do anything about it. So
പേരൻസ് ടേക്ക് ഗുഡ് കൺട്രോൾ ഓവർ യുവർ ചൈൽഡ് ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ പീരീഡിൽ അറ്റ്ലീസ്റ്റ് അവരുടെ കൂട്ടത്തിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് അവർക്ക് വേണ്ട ഇൻപുട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുക.